ഇന്നലെ ഒരുപാട് ആളുകൾ ഒരുപാട് കുട്ടികളെ വധിച്ചു കളഞ്ഞു. ഇന്നലെ ഒറ്റ ദിവസം SLCയുടെ റിസൾട്ട് വരുന്ന ഒരൊറ്റ ഒരു ദിവസം കൊണ്ട് മാത്രം എത്ര കുട്ടികളുടെ ഹൃദയങ്ങളാണ് മരിച്ചു പോയത്. ഒന്നോ രണ്ടോ വിഷയത്തിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ അവരെ പാടെ കളിയാക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അപഹസിക്കുകയും കളിയാക്കുകയും കുത്തുവാക്ക് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊന്നുകളഞ്ഞു. നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബത്തിൽ, അയൽവക്കത്ത് ഒരുപാട് ആളുകൾ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ചില ആളുകൾ നോക്കുന്നത് തന്നെ എന്താ, അവന് കുറഞ്ഞ വിഷയം ഏതാണ്, മാർക്ക് ഏത് വിഷയത്തിലാണ് മാർക്ക് കുറഞ്ഞു, അതെന്താ ആ വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു. ഒരാൾ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ 3 വിരൽ ബാക്കി വിരലൊക്കെ നമുക്ക് നേരെയാണെന്ന് നമ്മൾ ഓർക്കണം. വിരൽ ചൂണ്ടാൻ നമുക്ക് അർഹതയുണ്ടോ എന്ന് കൂടി നോക്കണം. അതുപോലെ ഓരോ കുട്ടികളും വളരുന്ന സാഹചര്യം വ്യത്യസ്തമാണ്. ഒരു വിഷയം 2 വിഷയത്തിൽ പരാജയപ്പെട്ടാൽ ഇനി അവസരങ്ങളുണ്ട് അവർക്ക്. ഇതുകൊണ്ട് ഈ SLC കൊണ്ടെല്ലാം തീർന്നു നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇനി അവസരങ്ങളുണ്ട്, ഇനിയും പഠിക്കാൻ ചാൻസ് ഉണ്ട്. അവർ കുട്ടികളാണ്. അതുപോലെ ഇനി ഒരു പരാജയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ഒന്നും കൂടി പ്രിപ്പയറായി ഒന്ന് ഉഷാറാകാൻ വേണ്ടിയാണ് അത് നിങ്ങൾ പരാജയപ്പെട്ടത്. അതിന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ, നല്ല രീതിയിൽ അവർ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ചില വീടുകളിൽ അടിയാണ്. കുട്ടികളെ അടിക്കുന്നതിന് ഒരു കണക്കില്ലാതെ അടിയായിരിക്കും നിലക്ക്. ചില ആളുകൾക്കൊക്കെ ഉള്ള വീട്ടിൽ മാതാവും പിതാവും ചില കുട്ടികൾ അടിക്കുന്ന കണ്ടാൽ തോന്നും എന്തോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഓരോ മാതാവും പിതാവും മനസ്സിലാക്കേണ്ട വിഷയം, വളരെ ഗൗരവത്തോടെ നമ്മൾ അറിയേണ്ട വിഷയം, അവരൊരു അമാനത്ത് പോലെയാണ്. നമുക്കൊരു കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു സാധനം ഒരാൾ തന്നാൽ, ഒരു വലിയൊരാൾ നമുക്ക് ഒരു കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഒരു സാധനം തന്നു, ഞാനെപ്പോൾ ചോദിക്കുമ്പോൾ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് നമുക്ക് നൽകിയാൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ നോക്കും. അതുപോലൊരു അമാനത്താണ് കുട്ടി. അവരെ നോക്കുക എന്നത്, അവരെ പഠിപ്പിക്കുക, നോക്കുക, വളർത്തുക, നല്ല രീതിയിൽ വിവാഹം കൈപ്പേശ് അയക്കുക എന്നൊക്കെ നമുക്ക് ഒരു അമാനത്ത്, ഒരു ബാധ്യതയായിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇഷ്ടത്തിന് അവരടിക്കാനും തുയ്ക്കാനും, ചില ആളുകൾ അടിക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് വിഷമമായി പോകും. ഈ അടുത്ത കാലത്ത് ഒരു മാതാവ് കുട്ടി അടിക്കുന്ന കണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി നിങ്ങൾ അവനെ അടിക്കരുത്. അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവൻ്റെ കാലിൻ്റെ അടിഭാഗത്തോ കാലിലോ ചെറിയ രീതിയിൽ 2 അടി കൊടുക്കുന്നതിന് വിരോധമില്ല. പക്ഷേ നിങ്ങളുടെ ദേഷ്യം, അരിശം, ചില ആളുകൾ മറ്റുള്ളവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അടിക്കുന്നവരെ കാണാം. അയൽപക്കത്തുള്ളവരോട് ദേഷ്യം, സഹോദരനോട് ദേഷ്യം, അളിയനോടുള്ള ദേഷ്യം, പെങ്ങളോടുള്ള ദേഷ്യം, അങ്ങനെ പല ദേഷ്യവും കുടുംബത്തുള്ള മറ്റുള്ളവരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി, ആ പ്രഷർ തീർക്കാൻ വേണ്ടി അടിക്കുന്നവരെ കാണാൻ സാധിക്കും. ആ പ്രഷർ തീരുന്നവരെ തല്ലും ചില കുട്ടികളെ. ആ കുട്ടി വഷളാകാനാണ് സാധ്യത കൂടുതൽ, നന്നാവാനല്ല. അതേപോലെ ചില ആളുകൾ തൻ്റെ ഓഫീസിലും തൻ്റെ മുതലാളിൻ്റെ അടുത്തും തൻ്റെ ഓഫീസിലും താൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഉള്ള പ്രഷർ കൊണ്ട് നേരെ വീട്ടിലേക്ക് വരും. വീട്ടിൽ നിന്ന് ആളും അപ്പം അന്ന് വന്നൊക്കെ കിട്ടുമ്പോൾ എന്താ റിസൾട്ട് കിട്ടുന്നത്, തോറ്റു, 2 വിഷയത്ത് തോറ്റു, വേറെ പ്രശ്നമൊന്നുമില്ല, അപ്പം തുടങ്ങും. അതിനുവേണ്ടി അങ്ങനെ അവരെ നിങ്ങൾ അരിശം തീർക്കാൻ, അതിനുവേണ്ടി അടിക്കാൻ വേണ്ടി ഉള്ളതല്ല നിങ്ങളുടെ കുട്ടികൾ, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ എത്രയോ ആളുകൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കരയുന്ന ആളുകൾ, പ്രാർത്ഥനയുടെ കൈകൾ ഉയർത്തുന്ന ആളുകൾ, നിരവധി ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊരു കുട്ടികളില്ല. ഒന്ന് വാത്സല്യത്തോടെ, ഒന്ന് കൊഞ്ചിക്കാൻ, ഒന്ന് ചുംബിക്കാൻ, ഒന്ന് കഥ പറഞ്ഞാൽ, മടിയിൽ ഒന്ന് ഇരുത്തി താലോലിക്കാൻ അവർക്ക് കുട്ടികളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ദൈവം കുട്ടികളെ തന്നു? നമുക്ക് അഹങ്കരിക്കാനല്ല, നമുക്ക് അവരെ അടിക്കാനും തൊയ്ക്കാനും കുത്താനും കുത്തുവാക്ക് പറയാനും മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കാനും നമ്മൾ തന്നെ അവരെ പരിഹസിക്കാനുമല്ല, മറിച്ച് അവരെ നല്ല വാത്സല്യത്തോടെ സ്നേഹത്തോടെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾ നൽകണം എന്തിനു വേണ്ടി നിങ്ങൾ പഠിക്കുന്നു എന്ന്. പലപ്പോഴും ചില കുട്ടികൾക്ക് അറിയില്ല താൻ എന്തിനാ പഠിക്കുന്നത് നമ്മൾ കേൾക്കാറില്ല, എന്തിനാ പഠിക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അങ്ങനെയല്ല, മറിച്ച് വ്യക്തമായൊരു ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ വലിയ ആൾ ഏത് നിലയിലേക്ക് എത്തുമെന്ന് അവരോട് ചോദിക്കണം. ഏതുവരെ പഠിക്കണം, നിനക്ക് എന്ത് നിലയിലെത്തണം, എന്നിട്ട് ആ രീതിയിൽ പഠിക്കട്ടെ അവർ. അതുപോലെ സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകണമെങ്കിൽ നീ പഠിക്കണം. ഏതെങ്കിലും എയർപോർട്ടിൽ പോയ ഒരു ബോർഡ് വായിക്കണമെങ്കിൽ നീ പഠിക്കണം. ഏതെങ്കിലും ആളോട് പോയി വൈദ്യുതി സംസാരിക്കണമെങ്കിൽ, വ്യക്തിയോട്, വേറെ രാജ്യത്ത് പോകേണ്ട വ്യക്തിയാണ് നാളെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു രാജ്യത്ത് പോകേണ്ട, മറ്റൊരു സ്ഥലത്ത് പോകേണ്ട, മറ്റൊരു അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധം. ഇപ്പോൾ സ്ത്രീ പുരുഷൻ എന്നില്ല വ്യത്യാസമില്ല പഠനത്തിൽ. അവർക്ക് എയർപോർട്ടിലൊക്കെ പോയിട്ട് ഒന്ന് സംസാരിക്കേണ്ട ആവശ്യം വരുമ്പോൾ, ഒരു ഇംഗ്ലീഷൊക്കെ സ്ഫുടമായി സംസാരിക്കേണ്ട ആവശ്യം വരുമ്പോൾ, അറബിയൊക്കെ സംസാരിക്കേണ്ട ആവശ്യം വരുമ്പോൾ, പകച്ചു നിന്ന് പോയവൻ്റെ കഥ നിങ്ങൾ ചോദിക്കണം. ആവശ്യം വരും, എല്ലാ സ്ഥലത്തും ആവശ്യം വരും പഠനം. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ 60 വയസ്സായവർ പുറത്തു പോകണമെന്ന് പറയുമ്പോൾ എന്താ ആദ്യം വന്ന നിയമം? എന്നാൽ പഠിച്ച ആളുകൾക്ക് പ്രശ്നമില്ല, പഠിക്കാത്തവൻ പോകണം. അപ്പോൾ പഠിച്ചവൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ പഠിക്കണം എന്നതിൻ്റെ കാരണം, നിങ്ങൾ എന്തിനു പഠിക്കണമെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു, അവർ പഠിക്കും. അതുപോലെ ഏത് വിഷയം അവരുടെ കഴിവുകൾ, ചില കുട്ടികളുടെ കഴിവ് എന്താണെന്ന് മാതാപിതാക്കൾക്ക് അറിയില്ല. ഭാഷ പഠിക്കേണ്ട കഴിവാണോ, വരയ്ക്കേണ്ട കഴിവാണോ, എഴുതേണ്ട കഴിവാണോ, അല്ല ക്രിയാത്മകമായ കഴിവാണോ, എന്തെങ്കിലും നിർമ്മിക്കാൻ, ഉണ്ടാക്കാൻ, എന്തെങ്കിലും മെക്കാനിക്കലായ കഴിവാണോ, അങ്ങനെയുള്ള വ്യത്യസ്തമായ എന്ത് കഴിവാണ് നമ്മുടെ കുട്ടികളിൽ നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് ആ കഴിവ് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിടണം. അതിനുവേണ്ടി ചിലവാക്കണം, 5,000 10,000 എന്ത് പൈസ വേണം ചിലവാക്കണം. എന്നിട്ട് ഈ അടുത്ത കാലത്ത്
ഒരു പിതാവിനോട് ചോദിച്ചു ഒരു കുട്ടിക്ക് പെന്ന് വാങ്ങിക്കൊടുക്കാൻ. അപ്പോൾ ഏറ്റവും കോസ്റ്റ്ലി ആയ പെന്ന് 2000 രൂപേൻ്റെ പെന്നാവും ചോദിക്കുന്നത്, അത് ചിത്രം വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിക്കൊടുക്കണം. 2000 രൂപ, നീ എന്താ അംസം പറഞ്ഞത്? 2000 രൂപേൻ്റെ പെന്ന് ഒരു കുഞ്ഞിക്ക്? ഞാൻ പറഞ്ഞ് ആ 2000 രൂപേൻ്റെ വാല്യൂ ഓൻ അതിന് എത്രമാത്രം നോക്കുന്നത്, ചിലപ്പോൾ എത്ര കൊല്ലത്തേക്ക് അവനക്ക് ആ പെന്ന് മതിയാകും. ആ സ്കെച്ച് ചിത്രം വരയ്ക്കുന്ന നിങ്ങൾക്കറിയുമായിരിക്കും. അതേപോലെ വാല്യൂ, അതിലൂടെ നല്ല നല്ല ചിത്രങ്ങൾ അവൻ വരയ്ക്കാനുള്ള കഴിവ് വർദ്ധിക്കും. ഒന്ന് വരയ്ക്കുമ്പോൾ നല്ല ഈ സാധനത്തിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ആ കഴിവ് വർദ്ധിക്കും. അതുപോലെ അവൻ ഉഷാറാകട്ടെ. അതുപോലെ അഞ്ച് പറഞ്ഞു കൊടുക്കണം, ഇത്ര വിലയുണ്ടായി, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് കൂടി പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചില ആളുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നഷ്ടമാണ് എന്നാണ്. അതുകൊണ്ടല്ലേ പണ്ട് ചില ആളുകൾ പറഞ്ഞ് നമുക്കൊന്ന് മതി, ഞാൻ ഒന്ന് നമുക്ക് 2 മതി. ചില ആളുകൾ ഉപയോഗിക്കുന്നു, അവർക്ക് വേണ്ടി പണം ചിലവാക്കേണ്ട, അവർക്ക് പഠിപ്പിക്കണ്ടേ, ഉഷാറാക്കണ്ടേ. അതൊക്കെ നൽകുന്ന ആരാണ്? ദൈവമാണ് നൽകുന്നത്. അതിലൊക്കെ ബർക്കത്ത് നൽകുന്ന ആരാണ്? ദൈവമാണ് നൽകുന്നത്, നമ്മളല്ല. എത്രയോ കുട്ടികളുണ്ട്, നന്നായി നോക്കുന്നില്ലേ? 5-6 കുട്ടികളുടെ ആളുകൾ, 10 കുട്ടികളുടെ പണ്ടത്തെ ആളുകൾ നോക്കിയത് എങ്ങനെയാണ്? എന്നിട്ട് ഇന്നങ്ങനെ അവർ നിൽക്കുന്ന നില എങ്ങനെയാണ്? വിശദീകരിക്കേണ്ട ആവശ്യം നിങ്ങൾക്കറിയും. അതുപോലെ കുറ്റപ്പെടുത്തലല്ല, കൂടെ നിൽക്കുകയാണ് വേണ്ടത്. കൂടെ നിന്ന് അവരെ ഒരു മെൻറ്ററെ പോലെ, അവരെ ഒരു വഴികാട്ടിയെപ്പോലെ നമുക്കെല്ലാം പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ ഏതൊരു വിജയുടെ പിന്നിലും, ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു വിജയുടെ പിന്നിലും ഒരു വഴികാട്ടി ഉണ്ടാകും. നല്ലൊരു മെൻറ്ററാകാൻ നമുക്ക് സാധിക്കണം. നല്ല നല്ല ഉപദേശങ്ങൾ നൽകാൻ, നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരെന്തൊരു അച്ചീവ്മെൻറ്റാണ് നടത്താൻ ആഗ്രഹിക്കുന്നതെന്ന് അവർ ചോദിച്ച് മനസ്സിലാക്കണം. കുറച്ച് 5-8 ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ചോദിക്കണം അവരോട്, എന്തൊക്കെ ആഗ്രഹമാണ് നിനക്കുള്ളത്, അതിനുവേണ്ടി എന്തൊരു തയ്യാറെടുപ്പാണ് നീ നടത്തുന്നത് എന്നൊക്കെ വിശദമായി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ഇന്ന് മാതാവും പിതാവും വായിക്കുന്നവരും പഠിക്കുന്നവരുമാകണം കുട്ടികളുള്ളവർ. പ്രത്യേകിച്ചും നിങ്ങൾ പുസ്തകം വായിക്കാതെ നിങ്ങൾ മൊബൈൽ നോക്കിയിരുന്നില്ല അവരോട് പഠിക്കാൻ പറഞ്ഞാൽ അവർക്ക് അത്ര ബോധ്യപ്പെടണമെന്നില്ല. നിങ്ങളടക്ക് നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കുകയും പഠിക്കുകയും പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ടെൻഡൻസിയും കൂടി അവർക്ക് വർദ്ധിക്കും. അതുപോലെ പണ്ട് നമുക്ക് ഡിഗ്രി ഇല്ല, പണ്ട് നമ്മൾ പഠിച്ചില്ല, നമുക്ക് സാധിച്ചില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പണ്ട് നമുക്കൊന്നും സാധിച്ചില്ല. പക്ഷേ ഇന്ന് അവസരമുണ്ട് പഠിക്കാൻ. ഓൺലൈനിൽ എത്രയോ അവസരങ്ങളുണ്ട്. പുസ്തകങ്ങൾ വായിക്കാം, ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ട്. നെറ്റിൽ ഇഷ്ടം പോലെ വാങ്ങാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാം, പഠിക്കാം, കേൾക്കാം, മനസ്സിലാക്കാം. ഏതൊരു വിഷയം ജെമിനിയോട് ചോദിച്ച് നിങ്ങൾക്ക് പഠിക്കാം. എന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ നിങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എന്നിട്ട് മതപരമായ കാര്യമാണോ, ഭൗതികമായ കാര്യമാണോ, ഏത് കാര്യമാണെന്ന് പഠിക്കാൻ പറ്റാത്തത് നമുക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടാവില്ല. പക്ഷേ അറിവ് എന്ന നോളജ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ തലച്ചോറിലുണ്ടാകും. കുട്ടികൾ ചോദിച്ചാൽ സംശയം പറയാൻ, മതപരമായ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ നമുക്കെന്ന് അറിയാത്തതാണ്. എന്തും കുട്ടികൾ ചോദിച്ചാൽ വാട്സപ്പിൽ അയച്ചിട്ടാണല്ലോ വിദേശികളോട് ചോദിക്കുക. നമുക്കറിയാത്ത ചോദ്യമുണ്ടോ കുട്ടികൾ ചോദിച്ചാൽ? ഇല്ല, നമുക്ക് അപ്പം തന്നെ പഠിക്കാൻ പറ്റും. എനിക്ക് മറന്നുകൊണ്ട് നൽകാൻ പറ്റും. അങ്ങനെയൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കരുതലോട് മുമ്പോട്ട് പോകാൻ. ഒരു കുട്ടിയും ഇനി ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ, ഒരു കുട്ടിയും തകർപ്പെടാതിരിക്കട്ടെ. നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. നല്ലൊരു പഠിക്കാനും ജീവിതത്തിൽ പകർത്താനൊക്കെ സാധിക്കട്ടെ.